ഹായ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ചാനലിൽ വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. അതായത് 2019 സമയത്താണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റിയാണ് ആദ്യം ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. പക്ഷേ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് 2019-20 കാലഘട്ടങ്ങളിൽ കൊറോണയുടെ എഫക്റ്റ് വന്നതോടുകൂടി കുറേ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഇതും സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതിനുശേഷം 2020 എൻ്റെ ഓർമ്മ. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കുകയും അതിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രോഫിറ്റുകളാണ് ഉണ്ടായത്. പിന്നെ ലോസുകൾ വരാൻ തുടങ്ങി, പ്രോഫിറ്റ് ലോസ് അങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ലോസിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയില്ല. പ്രോഫിറ്റ് കുറയുകയും ലോസ് കൂടുകയൊക്കെ ചെയ്തു. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ആ പരിപാടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്തില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിന് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയില്ല. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ ബാക്കി എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന ക്യാപിറ്റൽ, അതായത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വളരെ ചെറിയൊരു ക്യാപിറ്റലാണ് ഉപയോഗിച്ച് വളരെ ചെറിയൊരു ലോസ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ബാക്കി ഉണ്ടായിരുന്ന ക്യാപിറ്റൽ എത്രയാണോ ഞാൻ വളരെ ഐഡിയപരമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അത് കാണുന്ന പോലെ ഒരു പെയിൻറ് ഷോപ്പ് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത് മോശമല്ലാത്തൊരു വലിയ ഒരു ഷോപ്പിലേക്ക്, ആവറേജ് ഒരു ഷോപ്പിലേക്ക് കൊണ്ടെത്തിക്കുകയും മോശമല്ലാത്തൊരു ബിസിനസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡെയിലി ഇൻകം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനുള്ള ഇൻകം എനിക്കതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ എന്താ പറയുക, ഒരാൾക്കൊരു ജോലി കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ നല്ലൊരു അച്ചീവ്മെൻറ്റ് ഞാൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് വിട്ട് കളഞ്ഞില്ല. അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കണ്ടിന്യൂസ്ലി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ക്യാഷ് പോകുന്നുണ്ട്. അപ്പോൾ എവിടെയോ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാം, ലോസ് വരുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എങ്ങനെ കൂടുതൽ എടുക്കാം എന്നുള്ളതിനെ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ബിസിനസ് ഞാൻ ചെയ്തപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബിസിനസ്സിൽ ചില സെയിലുകളിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റും, ചിലത് ലോസിൽ കൊടുക്കേണ്ടി വരും, ചിലത് പ്രോഫിറ്റ് ഒന്നും തന്നെ ഇല്ലാതെ കൊടുക്കേണ്ടി വരും, ചിലതിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയൊക്കെ പല സെയിലുകൾ ചെയ്ത് എന്താ പറയുന്നത്, ബിസിനസ്സുമായിട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ട്രേഡിങ് അല്ലെങ്കിൽ സ്റ്റോക്ക് വെച്ചിട്ട് നമ്മളൊരു ഫിസിക്കൽ സ്റ്റോക്ക് മേടിച്ചിട്ടാണല്ലോ ഇത് ചെയ്ത് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ റിയൽ ആയിട്ടൊരു ബിസിനസ് ചെയ്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാപിറ്റൽ വളരെ സേഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, എനിക്ക് അറിയാവുന്ന ഒരു ബിസിനസ്സിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്തു. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്, റിയൽ മാർക്കറ്റിലായിക്കോട്ടെ, നമ്മൾ ഫിസിക്കൽ സ്റ്റോക്ക് മേടിച്ച് വെച്ച് വിറ്റ് ലാഭം എടുക്കുന്ന മാർക്കറ്റിലാവട്ടെ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലാവട്ടെ, എവിടെയായാലും എന്താണ് അവിടെ നടക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ എനിക്ക് കിട്ടി. പല യൂട്യൂബ് വീഡിയോസും കണ്ടും, പല ട്രേഡേഴ്സിൻ്റെ, പല സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പല ആൾക്കാരുടെ വീഡിയോസ് കണ്ട് എൻ്റെ നോളജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, ഞാൻ കൂടുതൽ ടൈമും ചിലപ്പോൾ ഫോണിൽ ചിലവഴിക്കാറുണ്ട്, സോഷ്യൽ മീഡിയാസ് സ്പെൻഡ് ചെയ്യാറുണ്ട്, ഇല്ലയെന്നല്ല. എന്നാൽ പോലും ഞാൻ ഒരു പരിധി വരെയൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ആകെ 4, 5, 6 വീഡിയോ മറ്റേ ഉള്ളൂ. പക്ഷേ അത് എനിക്ക് തന്നെ നോക്കിയപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഒരു കോൺഫിഡൻസ് ലെവലിലല്ല ഇന്ന് ഞാൻ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം അന്നത്തെക്കാളും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഒരുപാട് ഐഡിയാസ് ഞാൻ ഗ്രാസ്പ് ചെയ്തു. ആ ഒരു ഇപ്പോൾ ഉള്ളൊരു എൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്ക് എന്തെങ്കിലും ആവാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനൊരു ബിസിനസ് ചെയ്തൊരു ഇൻകം ജനറേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തന്നെയുണ്ട്. സോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് എപ്പോഴും ബെറ്ററാണ്, പഠിച്ചിട്ട് ചെയ്യുന്നത് ബെറ്ററാണ്. സ്വന്തമായിട്ട് ചെയ്യാവുന്നതിലുപരി ഇപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും, നമ്മളതിനെക്കുറിച്ച് ഡീപ്പായിട്ട് വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കത് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ 2019-20 തുടക്ക കാലഘട്ടങ്ങളിലാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം ഇത് ഇപ്പോൾ 2024 എൻ്റെ ആവാറായി. ഇത്രയും സമയം, ഏകദേശം 4-4.5 വർഷത്തോളം ഞാൻ എടുത്തു ഇത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെപ്പറ്റി കൂടുതലും മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തെടുക്കാൻ എനിക്ക് ഇത്രയും സമയം എടുത്തു. ചിലർക്ക് നേരത്തെ റെഡി ആവാം, ചിലർക്ക് കുറച്ചുകൂടി സമയം എടുത്തിട്ടായിരിക്കും അതിനെപ്പറ്റിയുള്ളൊരു ഐഡിയ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു സംഭവത്തെ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന സംഭവത്തെ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ മുന്നോട്ട് പോയത് കൊണ്ട് എനിക്ക് അതിനെ ഓവർകം ചെയ്യാനും
എനിക്കതിനെ ഈസിയാക്കി എടുക്കാനും പറ്റി എന്നുള്ളതാണ്. ചെറിയ ചെറിയ പ്രോഫിറ്റുകളെ ഉള്ളൂ. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഷോപ്പ് തുടങ്ങി. ഷോപ്പിലേക്ക് വന്നപ്പോൾ എനിക്ക് ഡേ ടൈമിൽ ഇന്ത്യൻ മാർക്കറ്റിലെ ടൈമിൽ എനിക്കത് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ചാർട്ടിൻ്റെ മുമ്പിൽ ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ ഞാൻ റീസെൻ്റ് ആയിട്ട് ഏകദേശം ഒരു വർഷം കൊണ്ട് ഞാൻ ഫോറക്സ് മാർക്കറ്റിലേക്ക് മാറുകയും ഫോറക്സിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലേക്ക് തിരിയുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിൽ ചെറിയ ചെറിയ ട്രേഡുകൾ അതാകുമ്പോൾ 24 hours അത് വർക്കിംഗ് ആണ്, 24/5 വർക്കിംഗ് ആണ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ട്രേഡ് എടുക്കാനും എൻ്റെ ഷോപ്പ് കഴിഞ്ഞുള്ള സമയത്ത് എനിക്കിരുന്ന് വർക്ക് ചെയ്യാനും ചാർട്ട് അനാലിസിസ് ചെയ്യാനും ട്രേഡ് എടുക്കാനും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റി. അതിലുപരി നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റും ലോസും തമ്മിലുള്ളൊരു റേഷ്യോ ഉണ്ട്. അപ്പോൾ ആ റേഷ്യോ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ലോസുകൾ എപ്പോഴും കുറവും പ്രോഫിറ്റുകൾ കൂടുതലുമായിരിക്കണം. അതായത് ഒരു 10 ട്രേഡ് ഞാൻ എടുക്കുമ്പോൾ അതിൽ ഒരു 5 ട്രേഡ് പ്രോഫിറ്റ് എടുത്തു. ഞാൻ 20 രൂപ വെച്ച് 5 ട്രേഡിന് 100 രൂപ പ്രോഫിറ്റ് എടുത്തു. 10 ട്രേഡ് ലോസിലേക്ക് പോയതിന് 10 രൂപ വെച്ച് 50 ലോസും വന്നു. അതായത് 100 രൂപ പ്രോഫിറ്റും 50 രൂപ ലോസുമാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പം നെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ നിന്ന് എൻ്റെ ലോസ് കുറയ്ക്കുമ്പോൾ 50 രൂപ ഞാൻ പ്രോഫിറ്റിൽ തന്നെയാണ്. ആ ഒരു സൈക്കോളജി ബിൽഡ് ചെയ്തെടുക്കാനും ആ ഒരു നോളജ് ഗെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ബിൽഡ് ചെയ്യാനും ഒരുപാട് സമയമെടുക്കും. എനിക്ക് ഇത്രയും സമയം എടുത്തു എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഞാൻ ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പോൾ അതിൻ്റേതായൊരു സമയം എനിക്ക് വേണ്ടി വന്നു. ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇത്രയും സമയമൊന്നും എടുക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ സമയം എടുത്തവരും ഇതിൽ കൂടുതൽ സമയം ആയിട്ടും പ്രോഫിറ്റബിൾ ആവാത്തവരും എല്ലാം തന്നെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അത് കിട്ടുമെന്നുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. എന്തായാലും ഞാനെടുത്ത കുറച്ച് ട്രേഡുകളിലെ ചെറിയ പ്രോഫിറ്റ്, റിയൽ അക്കൗണ്ടിൽ ഞാനെടുത്ത ചെറിയ പ്രോഫിറ്റുകൾ മാത്രമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഞാൻ വളരെയധികം പ്രോഫിറ്റ് എടുത്തു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ വലിയൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരാളാണ് എന്നുള്ളത് കാണിക്കാനോ ഒന്നുമല്ല. എൻ്റെ സ്റ്റഡീസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പ്രോഫിറ്റബിൾ ആകും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു തെളിവ് മാത്രമല്ല, മറ്റൊന്നുമല്ല. മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ ക്യാപിറ്റലും റൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതിനാണ് എൻ്റെ ഉദ്ദേശം. അത് എന്ത് തന്നെയാലും നടക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് സോഴ്സുകൾ അവൈലബിൾ ആണ്. യൂട്യൂബിലായാലും പെയ്ഡ് കോഴ്സുകളായാലും എന്ത് തന്നെയാലും അവൈലബിൾ ആണ്. പഠിച്ച് മാത്രം ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് സമയം കിട്ടുന്നത് പോലെ ചെറിയ ചെറിയ കണ്ടന്റുകളാക്കി ഇടാൻ പറ്റുന്നതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഈ യൂട്യൂബിൽ വന്നത് ഇൻകം ജനറേറ്റ് ചെയ്യുക, യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുകൊണ്ട് ഫോളോവേഴ്സിനെ കൂട്ടി വ്യൂസ് കൂട്ടി മോണിറ്റൈസേഷൻ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് എൻ്റെ ആവശ്യം എനിക്കില്ല. കിട്ടണ്ട എന്നല്ല, കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ആണ് ചെയ്യുന്നത്. കാരണം അതിനുവേണ്ടി അത് മാത്രമല്ല എൻ്റെ വരുമാന മാർഗം. നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റത്തുള്ളൂ. സോ എൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടുന്ന സമയം അനുസരിച്ച് ഒക്കുന്ന സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്ത് ഞാൻ പഠിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കണം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാം. അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, കോഴ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നോക്കി വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക. ഈ ഒരു 4-5 വർഷം കൊണ്ട് ഒരുപാട് നോളജ് ഞാൻ ഗെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കോൺഫിഡൻസ് ലെവൽ മാറി. എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും. ഈ രീതിയിലല്ല അന്ന് ഞാൻ സംസാരിച്ചിരുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് വന്നപ്പോൾ അത്രയും നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റി, അത്രയും കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റി, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റി, സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റി. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പ്രോഫിറ്റബിൾ ആയി നമ്മളൊരു നല്ലൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. അതായത് നമ്മുടെ മുമ്പിൽ എന്ത് സംഭവിച്ചാലും പിന്നെ നമുക്ക് പ്രശ്നമില്ല, നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. അത് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ വേണമെന്നില്ല. വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ചെയ്ത് നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുക, ഹ്യൂജ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. എന്ത് തന്നെയായാലും നമ്മൾ പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ കാര്യങ്ങൾ എന്ത് പഠിക്കാൻ പറ്റിയാലും നമ്മൾ സ്കില്ല് ഡെവലപ്മെൻറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് ഒരു കുട്ടി എക്സാമിന് പാസ്സാവാൻ പറ്റാത്തത് കാരണം ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിർത്തി ചാടിയിട്ട് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞു. റീസെൻ്റായിട്ട് ഞാനൊരു ന്യൂസ് കണ്ടതാണ്, എൻ്റെ വ്യക്തത എനിക്കില്ല. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു എക്സാം ഫെയിലാവുക എന്ന് പറയുന്നതല്ലല്ലോ ഒരിക്കലും ജീവിതത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ സൂയിസൈഡ് ചെയ്യണം എത്രയോ പേര്, എല്ലാം സൂയിസൈഡ് ചെയ്യണം. അങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ഒരുപാട് അവസരങ്ങൾ മുന്നിൽ ബാക്കിയുണ്ട്. അതിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം.
അതൊരു ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ സക്സസ്ഫുൾ ആവും. സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പോലും ടു ദി എൻഡ് അവസാനം വരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ല, സ്മാർട്ട് വർക്ക് മാത്രം ചെയ്താൽ മതി. ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും പറയും ക്യാഷിനെ പറ്റി സംസാരിക്കുന്നത്, ക്യാഷ് അത് സംസാരിച്ചുകൂടാ, ക്യാഷ് അല്ല പ്രധാനം. എന്ത് തന്നെ പറഞ്ഞാലും ഏതൊരു ഇഷ്യൂ, എന്തൊരു പ്രശ്നം നമ്മൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ പ്രധാന പ്രശ്നം ക്യാഷ് തന്നെ ആയിരിക്കും. ക്യാഷ് ഇല്ല എങ്കിൽ അത്ര നല്ല സുഖകരമായിട്ടായിരിക്കില്ല കാര്യങ്ങൾ പോകുന്നത്. ക്യാഷ് ഉണ്ടെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് മെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും നേടാനും എല്ലാം പറ്റും. ക്യാഷ് മാത്രം നോക്കി പുറകെ പോകണമെന്നല്ല, ക്യാഷും എല്ലാം പോലെ തന്നെ ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. എന്ത് തന്നെയായാലും ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി. അത് ഒരുപാട് കണ്ടന്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ ഒരു കോഴ്സ് സെല്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഒരുപാട് കണ്ടന്റുകൾ ഒരുപാട് ആൾക്കാർ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്യാതിരിക്കുന്നില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യും. അത് വേറൊന്നുമല്ല, ഒന്ന് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെട്ടെ, രണ്ട് ഞാൻ ഇതുമായിട്ട് യൂസ്ഡ് ആയിരിക്കും. ഞാൻ പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 ഞാൻ പറയുമ്പോഴും എഴുതുമ്പോഴും ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആവുകയാണ്. അത് എനിക്ക് തന്നെ വീണ്ടും ഉപയോഗപ്പെടുകയാണ്. ഞാൻ ഈ പഠിച്ച അത്രയും കാലത്ത് കോഴ്സ് പഠിച്ചത്, വീഡിയോസ് കണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് സ്വന്തമായിട്ടാണ് പഠിച്ചത്. അപ്പം അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ മതി. പറ്റുന്ന സമയങ്ങളിൽ ഞാനൊരു കൃത്യമായൊരു ഇൻ്റർവെല്ലോ കാര്യങ്ങളോ പറയുന്നില്ല. ഞാൻ ഓൾറെഡി ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇതുപോലെ ഓരോ വീഡിയോസ് ചെയ്ത് പറ്റുന്ന രീതിയിൽ ഒരു പ്ലേലിസ്റ്റ് ആക്കിയോ മറ്റോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കും. അപ്പം ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നു, അവർക്ക് യൂസ് ആണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.